അഖിലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ HSC ഹിന്ദിയുടെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നോ? താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ HSC ഹിന്ദി പരീക്ഷ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ടുകളുണ്ട്. എത്രയായിരിക്കും സാർ ഇതിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്? അടുത്ത HSC എക്സാം എപ്പോഴാണ്? ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ചില കുട്ടികൾ വളരെ നിരാശരായിട്ട് ഇനി ഞാൻ എക്സാമേ എഴുതുന്നില്ല, അത്ര ബുദ്ധിമുട്ടായിരുന്നു, ടഫായിരുന്നു, കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറേ കമൻസ് വരെയുണ്ടായിരുന്നു. അപ്പോൾ ഏതായിരുന്നാലും ആ HSC ഹിന്ദിയുടെ എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് തന്നെ എല്ലാവർക്കും അറിയേണ്ടത് HSC പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളാണ് HSC എഴുതിയിട്ടുള്ള ആളുകൾ പറയേണ്ടത്. അപ്പൊ ഞാൻ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി. പൊതുവെ നോക്കുമ്പോൾ കുറച്ച് കുട്ടികൾ പറഞ്ഞു ഇത് എല്ലാ ചോദ്യങ്ങളും പരിചയമുള്ള ചോദ്യങ്ങളാണ്, പക്ഷെ വളരെ കൺഫ്യൂസ്ഡ് ആകുന്ന രൂപത്തിലാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതാണോ അതാണോ എന്ന് തോന്നിപ്പോകും. ചില ചോദ്യങ്ങളിലെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ ഇതാണെന്നുള്ളത്, പക്ഷെ ഇത് അങ്ങനത്തെ അല്ല, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് പൊതുവെ ഹിന്ദിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുവെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് ഭയങ്കര ടഫായിരുന്നു, അവർക്ക് പ്രതീക്ഷിച്ച അത്ര ഈസി ആയിട്ട് അവർക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ കുട്ടികളും ഉണ്ട്. അപ്പൊ എന്തായിരുന്നാലും അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ ഷോർട്ട് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല, അത് തന്നെയായിരിക്കും ഒഫീഷ്യൽ ആയിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. പക്ഷേ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളുടെ ഭാഗത്തുള്ള ഒരു റെസ്പോൺസും അവരുടെ ഒരു പോളിംഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവെ എല്ലാവർക്കും ഒരു ടഫായിട്ടുള്ള രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഈസി അല്ല, എന്നാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ല, കുറച്ചൊക്കെ ഒരു മീഡിയം ലെവൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം. ഇപ്പൊ GK ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോഴും മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു മീഡിയം ലെവൽ ആൻസർ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ടഫോ അല്ലെങ്കിൽ ഭയങ്കര ഈസിയോ എന്നുള്ള രൂപത്തിലേക്ക് അത് പോകുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കറക്റ്റ് ആണ്, കുട്ടികളുടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഓപ്ഷൻസും നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഒക്കെ അതിനകത്ത് വന്നിരുന്നു. അപ്പോൾ കട്ട് ഓഫ് നമുക്ക് എന്തായാലും ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അത് PSCയുടെ ഭാഗമാണ്. എന്നാലും കുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസും ഒരു പോളിംഗ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 40, 45 അല്ലെങ്കിൽ 50 ആ റേഞ്ചിലുള്ള കട്ട് ഓഫുകളായിരിക്കും പ്രതീക്ഷിക്കുന്നത്. കാരണം 50 മുകളിലൊക്കെ മാർക്ക് നേടിയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ എല്ലാവരുടെയും നോക്കുമ്പോൾ ഒരു 40, 50 ആ ഒരു റേഞ്ചിലുള്ള മാർക്കാണ് പല ആളുകളും ആ പോളിൽ പങ്കെടുത്തിട്ടുള്ള പല ആളുകളുടെയും മാർക്ക് നോക്കുമ്പോൾ ആ ഒരു ലെവലിലുള്ള സ്കോറാണ് അവർ നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് എന്തായിരുന്നാലും കറക്റ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് PSCയുടെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇനി അടുത്ത HSCക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില കുട്ടികൾ പറയേണ്ടത് ഇതോടെ പരീക്ഷയൊക്കെ നിർത്തി അങ്ങനൊന്നും തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഏത് ഭാഗത്താണ് നമുക്ക് കുറവ് സംഭവിച്ചിട്ടുള്ളത്, എവിടെയാണ് പോരായ്മ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ. നമ്മൾ കുറേ പരിശ്രമിക്കണം, കുറേ പരിശ്രമിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഒരു ശ്രമം കൊണ്ടൊന്നും ചിലപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടണം എന്ന് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിരാശപ്പെടാതെ അടുത്തൊരു HSC നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിക്കൊണ്ട് അപ്ലൈ ചെയ്യുക. നിരാശപ്പെടാതെ നേരത്തെ തന്നെ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക. പലപ്പോഴും പല കുട്ടികൾക്ക് സംഭവിക്കുന്നത്, പല വീഡിയോയിലും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പരീക്ഷയോട് അടുപ്പിച്ചായിരിക്കും പഠനം തുടങ്ങുന്നത്. അങ്ങനെ ശരിയല്ല. ഇതൊരു കോമ്പറ്റീഷൻ എക്സാം ആവുമ്പോൾ തന്നെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം ഫുൾ ടൈം നമുക്ക് ഇതിന്റെ പിന്നാലെ നടക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുറേശ്ശെ പഠിച്ചു തുടങ്ങുക എന്നുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൊണ്ടുവരേണ്ടത്. അപ്പൊ അടുത്ത HSC എക്സാമിന് വേണ്ടി നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. മാത്രമല്ല JLTയുടെ കുറെ എക്സാമുകളൊക്കെ കഴിഞ്ഞു അല്ലെ, ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഒത്തിരി പേര് റാങ്ക് ലിസ്റ്റ് കയറിയിട്ടുണ്ട്, ഇപ്പൊ അഡ്വൈസ് വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ അടുത്ത JLTക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ പ്രിപ്പറേഷൻ നടത്തുക അല്ല. പാർട്ട് ടൈമിന്റെ ഒക്കെ ചില ഇതൊക്കെ നോട്ടിഫിക്കേഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം PSC സ്പീഡായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ലിസ്റ്റ് തീരാൻ നിൽക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരു 1 year ആയിട്ട് മുമ്പൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. കാരണം ആ ഒരു പ്രോസസ്സിങ് കറക്റ്റ് ആയിട്ട് ആ ലിസ്റ്റ് തീരുമ്പോൾ അടുത്ത ലിസ്റ്റ് വരാവുന്ന രൂപത്തിൽ. അതാണ് പറയുക PSC ഒക്കെ എന്താണ് അപ്ഡേറ്റഡ് ആയിട്ട് വളരെ സ്പീഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന JLTക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് നേരത്തെ എന്ത് ചെയ്യുക, ഒരു പ്രിപ്പറേഷൻ നടത്തുക. എന്തായാലും ലിസ്റ്റിൽ വന്നിട്ടുള്ള ഇപ്പൊ അഡ്വൈസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നവരുടെ സന്തോഷങ്ങളൊക്കെ അവരറിയിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ അവരുടെ ഒക്കെ ഒരു കമന്റും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ HSCയുടെയും JLTയുടെയും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നേരത്തെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ
കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.